ജനുവരി മാസം 12-ാം തീയതി എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു 12-ാം തീയതി ദൈവം നിങ്ങൾക്ക് തന്ന ഈ ദിവസത്തെ അനുഗ്രഹം പൂർണ്ണമാക്കട്ടെ. ഇന്ന് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. മനോഹരമായിരിക്കുന്നൊരു അധ്യായമാണ് ഇത്. വേർപാടിൻ്റെ ഒരു രോധനം കേൾക്കാൻ കഴിയുന്നൊരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. നോഹയുടെ കാലത്ത് നാം ഒരു വേർപാടിൻ്റെ രോധനം കേട്ടു. എന്നാൽ ഇവിടെ വേറെ ഒരു കുടുംബത്തിൻ്റെ രോധനമാണ്. ഒരു കുടുംബത്തിൻ്റെ രോധനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മെസൊപ്പൊത്തേമിയ, ഇന്നത്തെ ഇറാഖിലാണ്. മെസൊപ്പൊത്തേമിയയിൽ സന്തോഷമായി കഴിച്ചുകൂട്ടിയ ഒരു കുടുംബമായിരുന്നു തേരഹിൻ്റെ കുടുംബം. 3 മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൽ ഒരു മകൻ മരിച്ചുപോയി. ആ മകൻ്റെ മകനാണ് ലോത്ത് എന്ന് പറയുന്നത്. ഈ മനോഹരമായിരിക്കുന്ന കുടുംബം വളരെ സമൃദ്ധമായി ജീവിച്ച ഒരു കുടുംബമാണ്. വിഗ്രഹാരാധന ചെയ്തിരുന്ന ഒരു കുടുംബമാണ്. വിഗ്രഹങ്ങളുണ്ടാക്കി വിറ്റിരുന്ന ഒരു കുടുംബമാണ് എന്നാണ് നാം ബൈബിളിൽ നിന്ന് അവരെക്കുറിച്ച് വായിക്കുന്നത്. ഒരു ദിവസം ഒരു രാത്രിയിൽ ദൈവം ആ കുടുംബത്തിലെ ഒരു മകനായ അബ്രഹാമിന് പ്രത്യക്ഷനായി. തേജോമയനായ ദൈവം പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ ഭയങ്കര വെളിച്ചം കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് മിന്നി. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് നിൻ്റെ ഭാര്യയും കൂട്ടി നിൻ്റെ മൂവബിളായിട്ടുള്ള സ്വത്തുക്കളെടുത്തോ, കന്നുകാലികളെയും മറ്റും എടുത്ത് നീ ഈ ദേശം വിട്ടു പോവുക, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, രാവിലെ എഴുന്നേറ്റ് അബ്രഹാം തൻ്റെ പിതാവായ തേരഹിനോട് പറഞ്ഞു, ദൈവം എനിക്ക് രാത്രി പ്രത്യക്ഷനായി ഈ ദേശം വിട്ടിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. മറ്റാരെയും കൂടെ കൊണ്ടുപോകണ്ട, എൻ്റെ ഭാര്യയെ മാത്രം കൊണ്ടുപോയാൽ മതി, പിന്നെ ആടുമാടുകൾ സ്വത്തുക്കൾ മാത്രം. തേരഹ് സമ്മതിച്ചില്ല. തേരഹ് പറഞ്ഞു, മകനെ വേണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞു. ദൈവം നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്രയായി. തേരഹിൻ്റെ നേതൃത്വത്തിൽ അവർ യാത്രയായി. അവർ യാത്ര ചെയ്ത് ഹാരാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു. സമൃദ്ധമായ ഒരു ദേശമാണ്. ആ ദേശം കണ്ടപ്പോൾ തേരഹ് പറഞ്ഞാണ്, മോനെ ഈ ദേശം അദ്ദേഹം വിളിച്ച ദേശം, കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ ഈ ദേശം, ഇതിനേക്കാൾ നല്ല ദേശം ഇവിടെ ഉണ്ട്. പാലും തേനും ഒഴുകുന്ന പോലൊരു ദേശം. അവരവിടെ അങ്ങ് താമസിച്ചു. തേരഹ് മരിക്കുന്നത് വരെ അവരവിടെ താമസിച്ചു. തേരഹ് മരിച്ചു കഴിഞ്ഞ് ദൈവം വീണ്ടും പ്രത്യക്ഷനായ അബ്രഹാമിന് പറഞ്ഞു, നീ വിട്ടുപോവുക എന്ന് പറഞ്ഞു. നിൻ്റെ എല്ലാവരെയും ബന്ധുക്കളെയും വിട്ടിട്ട് നിൻ്റെ ഭാര്യയെ മാത്രം കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അബ്രഹാമിൻ്റെ മനസ്സിൽ തൻ്റെ സഹോദരൻ മരിച്ചതുകൊണ്ട് അനാഥനായി തീർന്നതായിരിക്കുന്ന ലോത്തിനെ കൂടെ കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു. എന്താണ് അബ്രഹാം അങ്ങനെ ഒരു ചിന്ത ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു ശരിയായ തീരുമാനമായിരുന്നില്ല, അത് നമുക്കറിയാം. കാരണം ലോകത്തിന് പിൽക്കാലത്ത് സംഭവിച്ചത് ഓർക്കുമ്പോൾ അവൻ ഹാരാനിൽ താമസിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ദൈവത്തിൻ്റെ വാക്കിന് വിപരീതമായിട്ട് അബ്രഹാം വീണ്ടും പോയി. തേരഹിനെ വിടുന്നത് വേദനാജനകമായതുകൊണ്ടാകാം. ഞാൻ വിചാരിക്കുന്നു എക്കാലത്തും വേർപാട് വേദനാജനകമാണ്. പക്ഷേ അതില്ലാത്തൊരു ക്രിസ്തീയ ജീവിതമില്ല. വേർപാടില്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല. ശിഷ്യത്വം എന്ന് പറയുന്നത് വേർപാടിൻ്റെ ജീവിതമാണ്. അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നൊരു ജീവിതമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബന്ധങ്ങളാണ് എന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശത്രുക്കൾ. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവ് എടുത്ത് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. ഒരു മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. അതൊരു വലിയ സത്യമാണ്. നമ്മുടെ ആത്മീകമായിരിക്കുന്ന നന്മയ്ക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബന്ധുക്കളാണ്. നിങ്ങൾ കർത്താവിൻ്റെ പുറകെ പോകാമെന്ന് പറയുമ്പോൾ അയൽക്കാരൊന്നും പോകണ്ടെന്ന് പറയണ്ട, അവർ പോകുന്നേ പോക്കോ ശരി ഒഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് പറയും. പക്ഷേ നമ്മുടെ സ്വന്തപ്പെട്ടവർ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നിലവിളിയും ഒക്കെ ആയിരിക്കും, എൻ്റെ മോനെ പോകരുത്, നീ എന്താ ബദ്ധമാണ് ചെയ്യുന്നത് എന്ന് പറയും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നമ്മെ എപ്പോഴും വേർപിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അതെ, അങ്ങനെ ലോത്തുമായിട്ട് അവർ പോയി. പക്ഷേ അത് വേദനാജനകമായിരുന്നു. അബ്രഹാമിന് തൻ്റെ ബന്ധുക്കളെയെല്ലാം വിട്ടുപിരിഞ്ഞു. അത് സങ്കടകരമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സങ്കടകരമായിരുന്നു. യുണൈറ്റഡ് വിത്ത് ദ ലോർഡ് മീൻസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് ഓർ ഫ്രം ദോസ് ഹു ആർ നോട്ട് ഓഫ് ദ ലോർഡ്. കർത്താവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേരുവാൻ കഴിയാത്ത എല്ലാവരോടും വേർപെടുക എന്നാണ് അർത്ഥം. അതാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. വേർപെടുക എന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. മെസൊപ്പൊത്തേമിയയിൽ ദൈവം പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞ, നീ നിൻ്റെ ഭവനക്കാരെ വിട്ടുപോവുക, നിൻ്റെ ദേശത്തെ വിട്ടുപോവുക, ചാർച്ചക്കാരെ വിട്ടുപോവുക എന്നാണ്. ഹാരാനിൽ വെച്ച് ദൈവം വീണ്ടും പറഞ്ഞതാണ്, നീ നിൻ്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും വിട്ടുപോരുക എന്നാണ്. എന്നാൽ ലോത്തിനെയും കൊണ്ടുവന്നു. ലോകത്തിനെയും കൊണ്ട് പോകുന്നതായിരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സന്തോഷമായിട്ടാണ് പോകുന്നത്.
പിൽക്കാലത്ത് ഇസ്ഹാക്കിനൊരു ഭാര്യ അന്വേഷിക്കുന്ന സമയത്ത് അന്വേഷിക്കാനായിട്ട് അയക്കപ്പെട്ടതായിരിക്കുന്ന എലയേസർ ചോദിച്ചു, പെൺകുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയാലോ? ഹാരാനിലേക്കാണ് വിട്ടത്. ഹാരാനിലേക്ക്. അബ്രഹാം പറഞ്ഞു, എൻ്റെ മകനെ ഇനിയും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ദൈവം എന്നെ അവിടെ നിന്ന് വിളിച്ചു വിട്ടതാണ്. വിളിച്ചു വിട്ടിടത്തേക്ക് ഞാൻ ഇനിയും പോകില്ല. വേർപാടിൻ്റെ പ്രമാണം നന്നായി അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. താനത് പാലിച്ച് തന്നെയാണ് ജീവിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് വേർപെടണമെന്ന് പറഞ്ഞാൽ വേർപെടാൻ വയ്യാത്ത ബന്ധങ്ങളൊന്നും നമുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ദൈവം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുവാൻ വയ്യ എന്ന് ദൈവത്തോട് പറയുന്ന ഒരു ബന്ധവും നമുക്ക് ഈ ലോകത്തരുത്. ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കാം എന്ന് പറയുന്ന ബന്ധങ്ങൾ മാത്രം നമുക്ക് മതി. ആ ബന്ധങ്ങളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത്. അതുകൊണ്ട് ദൈവത്തെ മാനിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്ന വേർപാടിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.